ലൈംഗികാരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ്. ക്രൈംബ്രാഞ്ചാണ് കേസെടുത്തത്. VS അനു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. VS അനു, കേസെടുക്കാൻ തക്കവണ്ണമുള്ള വിവരങ്ങളുണ്ട് എന്നതുകൊണ്ടാണോ, അങ്ങനെ ഒരു നിയമോപദേശം കൂടി കിട്ടിയത് കൊണ്ടാണോ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? ഹർഷൻ, ലൈംഗികാതിക്രമ പരാതികളുമായി ബന്ധപ്പെട്ട ഇപ്പോൾ MLA കൂടിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. ക്രൈംബ്രാഞ്ചാണ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. നമുക്കെന്നറിയാം, ഇന്ന് മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ പോലീസ് വളരെ കൃത്യമായി പരിശോധിച്ച് വേണ്ടത് ചെയ്യും എന്നുള്ള കൃത്യമായ നിലപാട്, സർക്കാരിൻ്റെ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഈ പരാതികളിൽ നേരത്തെ ഈ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ അതിന് നിർബന്ധിച്ചു എന്ന പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അഭിഭാഷകൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു. ഇതിൽ ഏതെങ്കിലും തരത്തിൽ കേസെടുക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ ഉച്ചയ്ക്ക് DGP റവാഡ ചന്ദ്രശേഖർ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നത്. ഈ പറയുന്ന സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുക, അവരെ ദ്രോഹിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നടക്കമുള്ള ഭാരതീയ ന്യായ സംഹിത വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. ഈ വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് അല്പസമയത്തിനകം നമുക്ക് നൽകാൻ കഴിയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് കേസെടുത്തിരിക്കുന്നു. നേരത്തെ ഈ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു സംശയം, അനിശ്ചിതത്വം പോലീസിലുണ്ടായിരുന്നു. അത് കൃത്യമായ പരാതിക്കാരില്ലാത്തൊരു വിഷയത്തിൽ കേസെടുത്തു കഴിഞ്ഞാൽ അത് നിയമപരമായി നിലനിൽക്കുമോ എന്നുള്ള ഒരു ചോദ്യം പോലീസിന് മുമ്പിൽ ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ നിരവധി തെളിവുകൾ പുറത്തു വരുന്നു, ശബ്ദ സംഭാഷണങ്ങൾ പുറത്തു വരുന്നു. മാത്രമല്ല, ശക്തമായ ചില തെളിവുകൾ കൂടി ഇനി പുറത്തു വരാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി അത് വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ കേസെടുക്കാൻ പോലീസ് തീരുമാനിക്കുകയും ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഹർഷൻ, ഇക്കാര്യത്തിൽ നിയമോപദേശം ലഭിച്ചിരുന്നോ? എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? ഈ പോലീസ് ഇക്കാര്യത്തിൽ പെട്ടെന്ന് ഒരു MLA കൂടിയാണല്ലോ, ആ മട്ടിൽ ഒരു കേസെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ചോ? പോലീസ് ആദ്യമേ തന്നെ ഈ പരാതികൾ, അല്ലെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ് 2 പരാതികൾ. അത് ഈ പറയുന്ന ഈ ഓഡിയോ സംഭാഷണത്തിലെ ഉൾപ്പെട്ട യുവതികളോ പരാതിക്കാരോ ഇരകളോ ഒന്നുമല്ല, പുറത്തു നിന്നുള്ള പരാതികളാണ് വന്നിട്ടുള്ളത്. ആ പരാതികളിൽ പോലീസ് കൃത്യമായ നിയമോപദേശം തേടുകയും ഈ ഗർഭചിത്രത്തിനെ പ്രേരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയെ ആ തരത്തിലുള്ള ഒരു സമ്മർദ്ദം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് പോലീസും ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ ഇപ്പോൾ പോലീസ് തീരുമാനിക്കുകയും കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ വകുപ്പുകളാണെന്ന് അല്പസമയത്തിനകം നമുക്ക് നൽകാൻ വേണ്ടി കഴിയും. ഹർഷൻ, ഏതായിരുന്നാലും വളരെ നിർണായകമായ ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഇന്നലെയാണ് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായിട്ടുള്ള ഈ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കി എന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെ കേസുണ്ടായിരുന്നു. അതിൽ വീണ്ടും മൊഴിയെടുക്കാൻ